2025 നവംബറിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേർസ്റ്റോൺ സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് നടന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള സുസ്ഥിര വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതോടൊപ്പം 2025 നവംബറിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്ന് വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പറഞ്ഞു. വലിയ സാമ്പത്തിക പരിമിതി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇത് വിനിയോഗിക്കുമെന്നുമായി ബന്ധപ്പെട്ടുള്ള അധികാരത്തിന്റെ പരിമിതിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒട്ടേറെ പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള ഈ സംവിധാനം പ്രവർത്തിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പരിമിതികളെ മറികടക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ചേർന്നുകൊണ്ടുള്ള സംയുക്ത പ്രോജക്റ്റുകൾ തയ്യാറാക്കി നടപ്പിലാക്കുന്ന കാര്യത്തിൽ സംയോജിത പദ്ധതികൾ രൂപം കൊടുക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുള്ള നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിലും വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കുമാരൻ, ടി ശോഭ, എസ് പ്രീത, പി ലക്ഷ്മി, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.